അങ്ങനെ കംബോഡിയയിൽ നിന്ന് അടുത്ത കൺട്രിയായ വിയറ്റ്നാമിലേക്ക് അങ്കോർ വാട്ട് ചുറ്റിക്കാണിച്ച സെയിം ഡ്രൈവർ തന്നെയാണ് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ വന്നത്. ഇവിടെ ഒരാളെ കാണുന്നില്ല ഈ എയർപോർട്ടിൽ. കംബോഡിയയിലെ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 2 എയർപോർട്ടിലും കാർഡ് വെച്ച് കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് കിട്ടിയിരുന്നു. എന്നാൽ ഇവിടെ ലോഞ്ച് എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ല. ആകെയുള്ളത് ഈ കാണുന്ന ഫുഡ് കോർട്ടാണ്. ഇതിൻ്റെ അകത്ത് ഒരു ബർഗർ ലോഞ്ചും പിന്നെ ഒരു ജ്യൂസും ഷേക്കും ഒക്കെ കിട്ടുന്ന ഒരു കടയും കൂടി ഉണ്ട്. അവിടെ നിന്ന് ഒരു ബർഗർ കഴിച്ച് നേരെ പ്ലെയിനിലേക്ക്. ക്ലൗഡൊക്കെ കാണാൻ തുടങ്ങി. വിയറ്റ്നാമിലെ വെതർ നോക്കിയപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടെന്നാണ് കണ്ടത്. അങ്ങനെ വിയറ്റ്നാമിൽ ലാൻഡ് ചെയ്തു. ഇവിടുത്തെ വിസ ഞങ്ങൾ നേരത്തെ എടുത്തു വെച്ചിരുന്നു. ഒരാൾക്ക് $24 ആയത്. ബുക്ക് ചെയ്ത ഹോട്ടലിൽ നിന്ന് ഡ്രൈവറെയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ നല്ല അടിപൊളി റോഡാണ്, നമ്മൾ മലേഷ്യയിലൊക്കെ കണ്ട പോലെ. പുള്ളി ഞങ്ങൾക്ക് നൈസ് ഒരു വിയറ്റ്നാം പാട്ടൊക്കെ ഇട്ടുതന്ന് നേരെ ഹോട്ടലിലേക്ക്. മുമ്പിൽ കാണുന്നതാണ് ഹാനോയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഫേമസ് കേബിൾ ബ്രിഡ്ജ്. ഇത് രാത്രിയായ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും. ഏകദേശം 8 കിലോമീറ്റർ ലെങ്ത് ഉണ്ട് ഇതിന്. ഹാനോയ് സെൻട്രൽ ഹോട്ടലിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. ഇത് ഹാനോയ് സിറ്റിയുടെ ഏകദേശം സെൻറ്ററായിട്ട് വരും. റൂമിൽ ലഗേജ് കൊണ്ടുവച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങനെയാണ് ഇവിടെയുള്ളവർ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുന്നത്. റോഡിൻ്റെ സൈഡിൽ ഫുള്ള് ടേബിളുകളാണ്. എല്ലാ ടേബിളിലും ഓരോ ഇൻഡക്ഷൻ കുക്കും കാണാം. അതിൽ അവർക്ക് വേണ്ട ഫുഡ് ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്നു. പ്ലേറ്റ് എടുക്കുന്നു, കോരിയിടുന്നു, കഴിക്കുന്നു. അവിടെ നടന്ന് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അവിടുത്തെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നിന്ന ഹോട്ടലിൽ നിന്ന് തന്നെയാണ്. ബുക്ക് ചെയ്തപ്പോൾ ആഡ് ഓൺ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഹോട്ടൽ കുറച്ച് അപ്പുറത്താണ്, ഒരു അണ്ടർഗ്രൗണ്ട് ഹോട്ടൽ. നല്ല ബ്രേക്ക്ഫാസ്റ്റ്. വിയറ്റ്നാമിലെ ഫുഡ് പ്രശ്നമാവുമെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ നല്ല അടിപൊളി ഫുഡായിരുന്നു. സോ ഇന്നത്തെ പ്ലാൻ നിൻബിലേക്ക് പോയി അവിടുത്തെ 3 ഫേമസ് പ്ലേസുകൾ എക്സ്പ്ലോർ ചെയ്യാനാണ്. ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മളൊരു ടൂർ പാക്കേജ് ബുക്ക് ചെയ്തിരുന്നു. ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ലഞ്ചും പിന്നെ എല്ലാ സ്ഥലത്തെ എൻട്രി ടിക്കറ്റ്സും അടക്കം $55 ഈ പാക്കേജിനായത്. ബസ്സൊക്കെ കൊള്ളാം. ഒരു സൈഡിൽ 2 സീറ്റും മറ്റേ സൈഡിൽ 1 സീറ്റും. 7:30 തന്നെ ട്രിപ്പ് സ്റ്റാർട്ടായി. ഇതാണ് നമ്മുടെ ഗൈഡ്. പുള്ളി എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിൽ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. In this side, the train go to the south of Vietnam, and the other side, the train go to the. ഭയങ്കര തിരക്കുള്ള ഒരു സിറ്റിയാണ് ഹാനോയ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ബൈക്കുകളാണ്. പോകുന്ന വഴി റെസ്റ്റ് റൂം യൂസ് ചെയ്യാൻ വേണ്ടി വണ്ടി ഒന്ന് നിർത്തി. ഇവരിതിന് പറയുന്നത് ഹാപ്പി ഹവേഴ്സ് എന്നാണ്. കൊള്ളാല്ലേ? സൈഡിൽ ചെറിയ മലകളൊക്കെ കാണാൻ തുടങ്ങി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും റിച്ച് ഫാമിലിയുടെ വീട്, ഒരു കൊട്ടാരം തന്നെ. ഇവരുടെ മെയിൻ ബിസിനസ് സിമെൻ്റാണ്. ഈ കാണുന്ന മലകളൊക്കെ പൊടിച്ചാണ് സിമെൻ്റ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം സാധാ പാറ കൊണ്ടുള്ള മലകളല്ല, ലൈം സ്റ്റോൺ ആണ്. വമ്പൻ സിമെൻറ്റ് ഫാക്ടറികളൊക്കെ ദൂരെ കാണാം. ഓരോ മലകളായി പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഈ ഒരു ഏരിയ ആയിരുന്നു വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ. ഒരു സൈഡിൽ മലകളും ഒരു സൈഡിൽ പുഴയും. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടുത്തെ ഒരു ഫേമസ് പഗോഡയാണിത്. നമ്മുടെ ഗൈഡാശൻ കയ്യിലൊരു ഫ്ലാഗൊക്കെ പിടിച്ച് മുമ്പിൽ നടപ്പ് തുടങ്ങി. അത് നോക്കി വേണം നമ്മൾ ആളെ കണ്ടുപിടിക്കാൻ. ഓരോ ഗൈഡിൻ്റെ കയ്യിലും ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ടാവും. ഇവിടെ നിന്ന് ഇലക്ട്രിക് കാറിലാണ് മുകളിലോട്ട് പോകേണ്ടത്. നല്ല തിരക്കുണ്ട്. ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് വണ്ടി നോക്കി നിൽപ്പായി. എല്ലാവരും കൂടി ഒരു വണ്ടിയിൽ കയറി. ഏകദേശം 3 കിലോമീറ്റർ മുകളിലേക്ക് കയറി പോകാനുണ്ട്. ഇപ്പം നമ്മൾ പഗോഡ കാണാൻ വേണ്ടി പോവാണ്. പഗോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുംഫു പാട്ടയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഈ
വലിയ കെട്ടിടം, അമ്പലം പോലത്തെ സംഭവം. ഇങ്ങോട്ട് ഈ ഇലക്ട്രിക് കാറിലാണ് പോകുന്നത്. കുറേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പം ഇവിടെ ലൂണാരിയർ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ക്രൗഡറാണ്. കാരണം ഇവിടെ എല്ലാവരും ഹോളിഡേ. അപ്പോൾ ലോക്കൽസും ഉണ്ടാവും, ഫോറിനേഴ്സ് ഉണ്ടാവും, എല്ലാം ഒരുമിച്ചുണ്ടാവും. അങ്ങനെ സ്ഥലം എത്തി. മരം വരെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വമ്പൻ ഗേറ്റ്. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. ലൂണാർ ഇയറിൻ്റെ ഭാഗമായി എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും ഫുൾ കൊടികൾ, ഫുൾ കളർഫുൾ, കൂടെ പാട്ടും. നല്ല രസമുണ്ട് ഇവരുടെ ഈ പാട്ട് കേട്ട് ഇങ്ങനെ നിൽക്കാൻ. അവിടുന്ന് പിന്നെയും മുകളിലേക്ക്. ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള വഴിയാണ്. ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി റൈറ്റ് സൈഡിൽ കൂടെ ഇറങ്ങി വരണം. ഈ പോകുന്നതിൻ്റെ ഇടയിൽ 3 ടെമ്പിൾസ് ഉണ്ട്. ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും വലിയ ടെമ്പിൾ. ഈ 2 സൈഡിലുള്ള വഴികളിലും 251 + 251 ടോട്ടൽ 552 മോങ്സിൻ്റെ പ്രതിമകളുണ്ട്. 251 നടന്നു പറഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതേപോലൊരു കെട്ടിടമുണ്ട്. ചൈനീസ് മൂവിയിലൊക്കെ കാണുന്ന പോലത്തെ ബിൽഡിങ്ങുകൾ. ഇതാണ് സെക്കൻഡ് ടെമ്പിൾ. നടന്ന് പകുതി എത്തിയപ്പോൾ താഴെ കണ്ട ആൾക്കാരൊക്കെ കൊടിയൊക്കെ പിടിച്ച് ഘോഷയാത്രയായി മുകളിലേക്ക്. അങ്ങനെ അവരുടെ ഒപ്പം നടന്ന് ടോപ്പിലെത്തി. നാട്ടിലെ താലപ്പൊലി ഘോഷയാത്രയുടെയൊക്കെ ഒപ്പം നടക്കുന്ന പോലെ ഒരു ഫീല്. ഇതാണ് മെയിൻ ടെമ്പിൾ. ബുദ്ധനാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. ഇത് സ്വർണ്ണമാണോ ആവോ? അവിടുന്ന് പയ്യെ തിരിച്ചിറങ്ങി പോകുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി. ഇവിടെ ബുഫയാണ്. നെക്സ്റ്റ് പ്ലേസായ ട്രാങ്ങാൻ ലേക്ക്. റോഡിൻ്റെ അടിയിൽ കൂടിയാണ് ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ള എൻട്രി. ഇവിടെ നല്ല തിരക്കാണ്. ഇതുപോലുള്ള ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നടന്ന് ലാസ്റ്റ് ബോട്ട് കയറുന്ന അവിടെ എത്തി. ചെറിയ ബോട്ടുകളാണ്. ഓരോ ബോട്ടിലും നമ്പറുകളുണ്ട്. അത് വെച്ചാണ് എവിടെയെങ്കിലും ഇറങ്ങിയാൽ നമ്മൾ ബോട്ട് കണ്ടുപിടിക്കുന്നത്. നീ അനങ്ങാണ്ടിരി. ഇതുപിടി ഇടരുതിട്ടോ. എനിക്ക് നീന്തൽ കുന്തറിയും. അനാവശ്യമായിട്ട് ധൈര്യമുള്ള ആള് വാങ്ങിയിട്ട് ഗോപ്രോ അതെങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഞാൻ ഇതൊന്നും ഇടട്ടെ, അല്ല ഞാൻ മുങ്ങിച്ചാവും. ഞാൻ ഇതിവിടെ വെക്കട്ടെ. വെക്കല്ല, അവിടെ വെക്ക്. മിണ്ടരുത്. അനങ്ങാണ്ട കരയിലിരിക്കുന്ന അന്നെ പിടിച്ചിട്ട് അനക്കേണ്ട ഒച്ചതും കേൾക്കുന്നില്ലല്ലോ. അതെ ഞാൻ വീണു. എങ്ങനെയുണ്ട്? മിണ്ടരുത്. പറ, എങ്ങനെയുണ്ട്? വെള്ളത്തിൽ നോക്ക്. ആരൊക്കെ എങ്ങനെയുണ്ട്? ഇതിൽ മുതലുണ്ടോന്ന് ചോദിച്ചു നോക്ക്. മുതലുണ്ടോന്ന് പേടി. ഞാൻ അറ്റാക്ക് വന്ന് ചത്തിട്ടുണ്ടോ വെള്ളത്തിൽ ഇനിയിപ്പോ നമ്മള് ബുക്കേ കയറും പോയിട്ട് ഇടുന്ന ലക്ഷ്യമുണ്ട്. എടാ ഇളകല്ലടാ. ആ നമ്മള് ഗുഹയ്ക്കകത്തോട്ട് പോകണം കേട്ടോ. ഗുഹ ഇവിടുന്ന് തല താഴ്ത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണു പോവോ? തല താഴ്ത്താൻ പറഞ്ഞ വെള്ളത്തിൽ മുക്കാനല്ല പറയുന്നത്. എത്ര തട്ടി പിടിക്കണം? മുമ്പോട്ട് ശരിയാണോ? അങ്ങനെ അന്നെ പിടിച്ചാരാ? ഞാൻ കൈ വെച്ചതാണ്. ഹേ ഓ വന്നിട്ട് 3 തിരിച്ചു പോകണോ?
നീ അനങ്ങല്ലോ കേട്ടോ, ഈ അനങ്ങി അപ്പോൾ ഐഫോൺ 15 വെള്ളത്തിൽ പോകും. iPhone 15 ഞാൻ പോകാൻ നോക്കട്ടെ. കൃഷ്ണ നമ്മളിതാ ഗുഹയിലോട്ട് കയറാൻ പോകുന്നു. ആ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കറിയാം അതേ പ്രശ്നമാണ്. എന്നെ കുലിക്കല്ലേ തന്നെ. ആ നമ്മുടെ ടൂർ ഗൈഡ് അടിപൊളിയാട്ടോ. അയാൾക്ക് നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്ക് ബോട്ട് കിട്ടിയില്ല എന്ന് കണ്ടിട്ട് ഇപ്പത്തുനിന്നൊക്കെ ആക്കി തന്നു. നമ്മൾ 60 മീറ്റർ കേവി കൂടെ പോവാണ് കേട്ടോ. ഇതാ 60 മീറ്റർ കേവാണ്. മുതലാണോ? ആ അവള് തിരിഞ്ഞതോ. എടാ അങ്ങനെ കുലിക്കല്ലേ, ഞാൻ വീഴും. അതായത് സൈഡിലോട്ട് പോകണോ? ഈ താത്തി പഠിക്കണം കേട്ടോ. നോക്ക്, ഇത് കാണു, നീ നോക്കി എല്ലാ സംഭവം നോക്ക്. ഇങ്ങനെ മത്ത് പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കാണ്ട്. അതെ, ഇവിടുന്ന് എന്തോ ആണെങ്കിൽ എന്റെ കാലിന്റെ എടുക്കുന്ന എന്തോ ഒരു വയറെന്തോ. അത് അനക്കേൻ്റെ കാലായിരിക്കും. അപ്പോൾ ഒരു കേവ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കേവിലെടുത്ത ക്യൂയോട് ക്യൂ, പൊരിഞ്ഞ ക്യൂ. ആ സൈഡില് സ്റ്റെപ്പിന്റെ അടുത്ത് സ്റ്റോപ്പ് ചെയ്ത് തരുമോന്ന് ചോദിക്കും. അതിനവിടെ ഇറങ്ങി പോകാനാ? അത് ആൾക്കാർ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും മിക്കവാറും ഒരു സ്റ്റോപ്പ്. മീറ്ററുള്ള രണ്ടാമത്തെ ഗുഹയിലിട്ട് കയറുകയാണ്. ഒന്നിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല ആഴുണ്ടാവും. അതൊക്കെ വരുമ്പോൾ ചെരിയണം കേട്ടോ. ഞാൻ പാറേനോട് മാറരുതെന്ന് പറഞ്ഞിട്ടത്. നമ്മൾ പുറത്തെത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് കിങ്കോങ് ഐലൻഡ്. ഇവിടെ വെച്ചാണ് കിങ്കോങ് എന്ന മൂവിയുടെ മിക്ക ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ 6 തവണ വരെ ഇങ്ങനെ ഒരാൾ ബോട്ട് ഓടിക്കുന്നതാണ് പറഞ്ഞത്. നല്ല പണിയാണ് ഇതിങ്ങനെ ഓടിച്ചു കൊണ്ടുപോകാൻ. ഒന്നര മണിക്കൂർ കണ്ട. മൂന്നാമത്തെ കേവ് ഇതാണ് ഏറ്റവും വലുത് തോന്നുന്നു. 320 മീറ്റർ. ഇത് നൈസാണല്ലോ. അത് ലൈറ്റ് അവർ ഫിറ്റ് ചെയ്തേക്കുന്ന ആ കളറില്. ഇതെല്ലാരും നല്ല ഉണ്ടല്ലോ അടിക്കാൻ. ഏകദേശം 1 മണിക്കൂർ എടുത്തു അവിടെ ഫുള്ള് ചുറ്റി വരാൻ. ഗൈഡ് നമ്മളെ നോക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരുപാട് മീനുകളുണ്ട് ഇതിൻ്റെ സൈഡിൽ. എല്ലാവരും തിരിച്ചു വരുന്നവരെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്നു. അവിടെ നിന്ന് ഇറങ്ങി ഇന്നത്തെ ലാസ്റ്റ് പ്ലേസിലേക്ക്. ഇതാ ആ കാണുന്ന സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ കാണുന്ന ഡ്രാഗൻ്റെ അടുത്ത് എത്തണം. നല്ല കയറ്റാണ്. തണുപ്പായിരിക്കും എന്ന് വിചാരിച്ച് സ്വെറ്റർ പോലത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ടായിരുന്നു കുടുങ്ങി. കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്പിൽ പിടിച്ച് മുകളിലോട്ട്. പകുതി എത്തിയപ്പോഴേക്കും തളർന്ന്. താഴെ ഫുള്ള് വയലുകളാണ്. എന്തോ ഡിസൈനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുകളിലെത്തിയപ്പോൾ നൈസായിട്ട് പണി പാടി.
ഞാൻ ഓപ്പോസിറ്റ് പാറേൻ്റെ മുകളിലായിട്ടാണ് വലിഞ്ഞു കയറിയത്. ഇതാ ആ കാണുന്ന ഡ്രാഗൻ്റെ അടുത്താണ് പോകേണ്ടിയിരുന്നത്. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു അമ്പലം പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പകുതി വരെ ചെന്നിട്ട് അടുത്ത മലയിലോട്ട് കയറണം. ടോപ്പിലെത്തി. ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് വലിഞ്ഞു കയറിയത്. ഡ്രാഗന്റെ തല, വാല് കൊള്ളാം. കുറച്ചു നേരം അവിടെ നിന്നിട്ട് തിരിച്ചിറങ്ങി. ഇതിൻ്റെ താഴെ ഒരു കേവ് കൂടിയുണ്ട്, മുവാ കേവ്സ്. ഇതാണ് കേവ്. തിരിച്ച് ബസ്സിലേക്ക്. സൂര്യൻ പയ്യെ താഴ്ന്നു തുടങ്ങി.